എല്ലാ വോക്സ്വാഗൺ വണ്ടിയും കിട്ടുന്ന ഒരു കംപ്ലൈൻ്റ് ആണ്. ഗിയർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഗിയറിൽ നിന്ന് അനങ്ങൂല, സ്റ്റക്കായിട്ട് വെക്കും. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഗിയറിൽ വന്ന കേബിളിൻ്റെ ഔട്ടർ സ്ലീവ് പൊട്ടിപ്പോകുമ്പോഴാണ് ആ പണി കിട്ടുന്നത്. ഇതിനകത്ത് ഇപ്പോൾ ഓൾറെഡി ആരോ ചെറിയൊരു സൂത്രപ്പണിയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഔട്ടർ സ്ലീവ് പൊട്ടുമ്പോഴാണ് നമ്മുടെ ഗിയർ ഒന്നിനും സ്റ്റക്കായിരിക്കും, ഇല്ലെങ്കിൽ ഗിയർ മാറ്റാൻ പറ്റില്ല, ഗിയർ വീഴൂല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ വണ്ടിയുടെ ഗിയർ ലിവർ കേബിൾ അസംബ്ലി. നമുക്കിതിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും അതിൻ്റെ കേബിൾ ഔട്ടർ സ്ലീവ് പൊട്ടിയിട്ട് ആയി വിട്ടിറങ്ങാം. അപ്പം ഇങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ആ പ്രശ്നം വന്നത്. ഇപ്പോൾ ഓൾറെഡി ആരെന്തോ ചെറിയ പണിയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ അത് ശരിക്കും ഫുള്ളായിട്ട് പൊട്ടിപ്പോയി. അതാണ് ഇപ്പം ഇങ്ങനെ ഈ വണ്ടിക്ക് വരാനുള്ള കാരണം. ഇതിപ്പോൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും പഴയതും പോയി നമ്മളുള്ള വ്യത്യാസം. ഇപ്പം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും. ഈ കേബിളിൻ്റെ ഔട്ടർ സ്ലീവ് പൊട്ടുമ്പോൾ ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റ് നമുക്ക് കിട്ടാൻ കാണും. മിക്കവാറും റോട്ടിലൊക്കെ വെച്ചേക്കും മിക്കവാറും പണി കിട്ടണത്. ഈ സ്ലീവ് പൊട്ടാൻ തുടങ്ങുമ്പോഴേക്കും തന്നെ നമുക്ക് ചെറിയൊരു ഗിയർ ടൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സർവീസിനൊക്കെ ജസ്റ്റ് ഒന്ന് അവരോട് പറയുക, ഇങ്ങനെ പൊട്ടാറായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാൻ പറയുക. അപ്പോൾ നമുക്കിങ്ങനെ വഴിയിലൊക്കെ അല്ലെങ്കിൽ എവിടെയും പോകുമ്പോഴൊക്കെ ഇങ്ങനത്തെ പ്രശ്നം കിട്ടാണ്ട് നമുക്ക് നോക്കാം, അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ.